എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീമിയർ ഷോകൾക്ക് വൻ പ്രതികരണം. ഡൈസി റേ എത്ര നേടി? ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ബ്രഹ്മയുഗം സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കുന്ന പുതിയ ഹൊറർ ചിത്രം ഡൈസി റേയിൽ നായകനാകുന്നത് പ്രണവ് മോഹൻലാലാണ്. റിലീസിന് മുന്നോടിയായുള്ള പ്രീമിയർ ഷോകളുടെ ടിക്കറ്റ് വിൽപ്പനയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം ഭാഷാതീതമായ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായിരുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. അതിനു മുന്നോടിയായി ഈ വ്യാഴാഴ്ച കേരളത്തിലടക്കം തിരഞ്ഞെടുക്കപ്പെട്ട ചില തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോകൾ നടക്കുന്നുണ്ട്. ചാർട്ട് ചെയ്തിരിക്കുന്ന പ്രീമിയർ ഷോകളുടെ ടിക്കറ്റ് എല്ലാം വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ കേരള പ്രീ സെയിൽ 40 ലക്ഷം രൂപ കഴിഞ്ഞെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം ഏകദേശം 1 മണിക്കൂറും 55 മിനിറ്റുമാണ്. അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 57 മിനിറ്റുകളാണ് ഉള്ളത്. ഈ വരുന്ന ഡിസംബർ 18-നാണല്ലോ മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രം ബബ്ബബ്ബ റിലീസാകുന്നത്. ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറെ മാറ്റാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബബ്ബബ്ബയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇനി ജെയ്സ് ബി ജോയുടെ കയ്യിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം നിലവിലെ ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ടറായ ഷാൻ റഹ്മാന്റെ പാട്ടുകൾ ചിത്രത്തിൽ ഉണ്ടാകും. എന്തായാലും ഈ ഒരു ഡിസംബർ മാസം മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ബബ്ബബ്ബ. നിലവിൽ ചിത്രത്തിന്റെ ഫാൻ ഷോ ചാർട്ടിംഗ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ രാഗം തിയേറ്ററുകളിലൊക്കെ ചിത്രത്തിന്റെ ഫാൻ ഷോ ബുക്കിംഗ് ഒക്കെ ഇതിനോടകം തന്നെ ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോഴിതാ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2024 മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച ചിത്രവും ഏറ്റവും മികച്ച നടനും വേണ്ടിയുള്ള മത്സരം കടുക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്നലെ വരെ അവസാന റൗണ്ടിൽ ലാലേട്ടനും കൂടിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്യുന്ന പ്രകാരം മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ ഫൈനൽ റൗണ്ടിൽ മമ്മൂക്കയും ആസിഫ് അലിയും തമ്മിലാണ് കടുത്ത മത്സരമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത്തവണത്തെ മികച്ച നടൻ മമ്മൂക്കയോ ആസിഫ് അലി എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. മികച്ച നടൻ അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ആസിഫ് അലിക്ക് ഇത്തവണ അവാർഡ് കൊടുക്കുമോ? അതുപോലെ തന്നെ 2 വർഷം മുമ്പ് കിട്ടിയത് കൊണ്ട് മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് ഇത്തവണ കൊടുക്കുമോ എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ സിനിമാ പ്രേക്ഷകരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അർഹനാരാണോ അയാൾക്ക് തന്നെ കൊടുക്കണമെന്നാണ് ഏറ്റവും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതിൽ ഏറ്റവും അധികം വരുന്നത് മമ്മൂക്കയുടെ പേര് തന്നെയാണ്. DQ നായകനെത്തുന്ന കാന്തയുടെ ടൈറ്റിൽ ട്രാക്ക് നാളെ ഒക്ടോബർ 30-ന് വൈകുന്നേരം 4:30-ന് ഗാനം പുറത്തുവരുമെന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ DQ അറിയിച്ചിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ 14-നാണ് കാന്ത ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത്. ഇതിനു മുമ്പ് വന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ആവേശത്തോടെ തന്നെയാണ് ഏറ്റെടുത്തത്. പുറത്തു വന്ന ഗാനങ്ങളും ഇതിനോടകം തന്നെ ഹിറ്റായിരുന്നു. അപ്പോൾ നാളെ പുറത്തു വരാൻ പോകുന്ന കാന്ത സിനിമയുടെ ടൈറ്റിൽ ട്രാക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ അപ്ഡേറ്റുകളിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ട അപ്ഡേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.